രാത്രിയായോ? അപ്പൊ മീനൊന്നും എടുത്തെത്താം. മീനല്ലേ? ഇതാ ബോസ്. വടബോസായി വലം വിളിക്കണ്ട. നല്ല നല്ല മീൻ കൊടുത്ത വീടിന്റെ തറക്കല്ലിന്റെ ദിവസം ഇന്നലെ മുസ്ലിം അവിടെ നാട്ടിൽ ജീവിക്കുന്നത്. അത് മോനത്തിൻ ഭായി കോപ്പി സത്യമാണെങ്കിൽ നല്ല മീനുകളൊക്കെ വൈകുന്നേരം വേണ്ടോ? നീ നോക്കിയോ? ഹലോ ഗൈസ്, ഞങ്ങൾ തലാലിന്റെ മുകളിലോട്ട് മീൻ എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. എന്റെ ഒറ്റ സുഹൃത്ത് കൂടിയാണ് അയില മീനാണ് എടുത്തിരിക്കുന്നത്. അയില എന്ന് പറയുമ്പോഴത്തേക്ക് മീനിൽ ഏറ്റവും വലിയ മീനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഏത് ആ പൊടിക്കും ഏത് ഐക്കൂർക്കും വല്ല അയിലക്കറി നല്ല തേങ്ങ അരച്ച ചാറില് കുറച്ച് ഉപ്പ് കൂട്ടിച്ചേർത്ത് ഒരു ഉച്ചക്കത്തെ ഊണ് കഴിക്കുന്നില്ലേ, അതാണ് ഊണ്. അത് നമ്മുടെ ഉമ്മമാർ തന്നെ ഉണ്ടാക്കി തരണം. ഇത് നിറക്കാറ് ഭാര്യമാർ ഉണ്ടാക്കി തന്ന അതിന്റെ ടേസ്റ്റ് വരില്ല. ഇതാണ് അയില. അയില മലയാളത്തിൽ എന്താ പറഞ്ഞിക്ക? അയില മലയാളത്തിൽ എന്താ പറയുക? മക്കളല്ലേ പൈസ ഉണ്ടാക്കിയ സൂപ്പർ അയിലക്കറിയാ. അയിലക്കറി നല്ല അടിപൊളി കറിയാണ്. സൂപ്പർ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ടേസ്റ്റ് ആയില്ലേ? അയില ഓക്കെയാണ്. മീനിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന അയിലക്കറി നൽകുമ്പോൾ ഏത് റെസ്റ്റോറൻറ്റിലും എല്ലാവർക്കും വിരുന്നുകാർക്കും എല്ലാം കൊടുക്കുന്നത് അയിലക്കറിയാണ്. അയില സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. പണ്ടത്തെ കാലത്തൊക്കെ കോഴിക്കറി വിരുന്ന ആൾക്കാർ വന്നാൽ കോഴിക്കറി കിട്ടില്ലെങ്കിൽ അയിലക്കറിയാണ് കിട്ടുന്നത്. അപ്പം അയിലക്കറി ഇഷ്ടമാണ് ആൾക്കാർ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നാ അയില ഇതാന്ന് വെച്ചെന്നാപ്പാ നല്ല അയില നല്ല വരയിടാ. നല്ല മീനെന്താക്കാ തേങ്ങ വെച്ചിട്ട് വെക്കുക, നല്ല ചോറിൽ കൊട്ടയിക്കുക, പൊരിച്ചൊരു അയില പീസ് കൂട്ടിട്ട് അഞ്ചങ്ങൾ അഞ്ചെന്നിട്ട് തിന്നാനായിട്ട് മോനെ നേരെ നാട്ടിൽ പോണേന്. പിന്നെ മത്തി എന്ന് വെച്ചാൽ നമ്മളെ വിറ്റാമിൻ സി അല്ല, ബെസ്റ്റ് ഫുഡാണ്. പക്ഷെ മത്തി എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അതിനെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ബസ്